വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ ഈ മണിക്കൂറിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം പോകുന്നു. മലയാളികൾ കുവൈറ്റ് ബാങ്കിനെ കബളിപ്പിച്ച പണവുമായി മുങ്ങിയതായി പരാതി. എറണാകുളം, കോട്ടയം ജില്ലകളിലായി 12 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കുവൈറ്റിൽ ജോലി നേടിയ ശേഷം 65 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ലോൺ എടുത്ത് മുങ്ങിയെന്നാണ് പരാതി. കുവൈറ്റിലെ അൽ അഹ്ലിൻ ബാങ്ക് സിഇഒ DGPക്കാണ് പരാതി നൽകിയത്. സിബി ജോസഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്നും. സിബി, ഇതിനു മുൻപും ഇത്തരത്തിൽ വ്യാപകമായി മലയാളികൾക്കെതിരെ പരാതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ജോലി നേടിയതിനു ശേഷം ഭീമമായ തുക ബാങ്ക് വായ്പയെടുക്കുന്നു. ആ വായ്പയെടുത്തതിനു ശേഷം ആ രാജ്യം വിടുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ DGPക്ക് നൽകിയ പരാതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്? മറ്റ് വിശദാംശങ്ങൾ അജി, മുൻപ് നടന്ന സമാനമായ ഒരു പരാതി തന്നെ അല്ലെങ്കിൽ സമാനമായ തട്ടിപ്പ് തന്നെയാണ് അപ്പോൾ വീണ്ടും ഉണ്ടായതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എറണാകുളം, കോട്ടയം ജില്ലകളിലായി 12 കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുവൈറ്റിൽ ജോലി നേടിയ ശേഷം അവിടെ വൻ തുക ലോൺ എടുത്ത് മുങ്ങി എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ കുവൈറ്റിലെ ഈ ജോലി നേടിയ ശേഷം അവിടെ 65 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ലോൺ എടുത്ത ശേഷമാണ് മുങ്ങിയത്. അത് കുവൈറ്റിലെ അൽ അഹ്ലി ബാങ്ക് ആണ് ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഈ ബാങ്കിന്റെ CEO മുഹമ്മദ് അൽ ഖട്ടൻ അദ്ദേഹം നേരിട്ട് ഇത്തരത്തിൽ DGPക്ക് പരാതി നൽകിയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എറണാകുളം, കോട്ടയം ജില്ലകളിലായി 12 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് മാത്രം 4 കേസുകളും കോട്ടയം ജില്ലയിൽ മാത്രം 8 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോട്ടയത്ത് കുറവൂരങ്ങാട് 3 കേസുകളും കടുത്തുരുത്തി, വൈക്കം, വെള്ളൂർ, തലയോലപ്പറമ്പ് എന്നിവിടങ്ങളിൽ ഓരോ കേസ് വീതമാണ് കോട്ടയത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോതമംഗലം, മൂവാറ്റുപുഴ, എറണാകുളം എന്നിടങ്ങളിലായി 4 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഈ 65 ലക്ഷം മുതൽ 1 കോടി 20 ലക്ഷം രൂപ വരെ ഓരോ ആളുകളും ഇത്തരത്തിൽ പറ്റിച്ച് ഈ ബാങ്കിനെ ഇത് കബളിപ്പിച്ച് ലോൺ എടുത്ത ശേഷം പിന്നീട് പൈസ നൽകാതെ അല്ലെങ്കിൽ പണം തിരികെ അടയ്ക്കാതെ നാട്ടിലേക്ക് മടങ്ങി എന്നുള്ളതാണ് പ്രധാനമായും പരാതി. ഈ പരാതിയിൽ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. നേരത്തെ സമാനമായ രീതിയിൽ 2024 നിരവധി കേസുകൾ എടുത്തിരുന്നു. അന്നും കോടികളുടെ ഒരു വെട്ടിപ്പേര്, കോടികളുടെ ഇത്തരത്തിൽ മലയാളികൾ പറ്റിച്ച് കബളിപ്പിച്ചുകൊണ്ട് കുവൈറ്റിൽ നിന്ന് കടന്നുവന്ന വാർത്തകൾ വന്നിരുന്നു. അതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് അപ്പോൾ വീണ്ടും സമാനമായ ഒരു കേസ് വന്നിരിക്കുന്നത്. 12 കേസുകൾ നിലവിൽ കോട്ടയം, എറണാകുളം ജില്ലകളായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം പ്രാഥമികമായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അജി, ഇത് തുടർ നടപടി ഏത് തരത്തിൽ സ്വീകരിക്കാനാണ് ഇപ്പോൾ ഈ ബാങ്കിന്റെ ഒരു തീരുമാനം? പ്രത്യേകിച്ച് ഇവരെല്ലാം തന്നെയും ആ രാജ്യത്തില്ല, കുവൈറ്റിൽ നിന്നും പോയി കഴിഞ്ഞു. ഇന്ത്യയിലാണെങ്കിൽ ഒട്ടനവധി നിയമപ്രശ്നങ്ങൾ ഈ ബാങ്കിന് ഒരുപക്ഷെ നേരിടേണ്ടി വരും. അപ്പോൾ ഈ പണം തിരികെ പിടിക്കാൻ ഏത് തരത്തിലുള്ള ഒരു നിയമ വഴിയിലൂടെയാണ് ഈ ബാങ്കിന്റെ ഒരു ശ്രമം അല്ലെങ്കിൽ നീക്കം? അജി, ഇതിൽ പ്രധാനമായും ഈ പോലീസ് പറയുന്നത് അതായത് ഒന്ന്, ഇവർക്ക് ലോൺ നൽകിയ ഒരു രീതി എങ്ങനെയാണെന്ന് കൃത്യമായി പരിശോധിക്കണം. ഇവര് ഇതിൽ എത്രത്തോളം തുക തിരിച്ചടച്ചിട്ടുണ്ട്, മറ്റൊന്ന് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ലോൺ ബാങ്ക് നൽകിയിട്ടുള്ളത്, അതിൽ ഒരു ഏതെങ്കിലും ബിസിനസിന് വേണ്ടിയാണ് ലോൺ നൽകിയതെങ്കിൽ ആ ബിസിനസ് ഉൾപ്പെടെ അവിടെ നടത്തുന്നുണ്ടോ,